ഇനി നമുക്ക് സിമെൻ്റ് എന്ന ടോപ്പിക്കിലെ അവസാന ഭാഗത്തേക്ക് വരാം. അതായത് ടൈപ്പ് ഓഫ് സിമെൻറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻ്റ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട സിമെൻറ്റ്സും അതിൻ്റെ യൂസസും നോക്കാം നമുക്ക്. ഒന്നാമത്തേത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്. യൂസ്ഡ് വെൻ ഹൈ സ്ട്രെങ്ത് ഈസ് റിക്വയർഡ്. ഹൈ സ്ട്രെങ്ത് വേണ്ട വർക്കിനാണ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ റോഡ് കൺസ്ട്രക്ഷൻ ആൻഡ് റിപ്പയർ വർക്ക്. So rapid hardening cement is used for road construction and repair work. Quick setting cement. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്വിക്ക് വർക്ക്സ്, പെട്ടെന്ന് തീർക്കേണ്ട വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ. അപ്പോൾ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന സിമെൻറ്റ് ക്വിക്ക് സെറ്റിംഗ് സിമെൻ്റ് ആണ്. ദെൻ ലോ ഹീറ്റ് സിമെൻറ്റ് യൂസ്ഡ് ഫോർ മാസ് കോൺക്രീറ്റിംഗ് വർക്ക്. ഡാം കൺസ്ട്രക്ഷൻ, അതായത് ഡാമുകളെല്ലാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സിമെൻ്റാണ് ലോ ഹീറ്റ് സിമെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ സിമെൻറ്റ്. നോർമൽ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന സിമെൻ്റാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. നേരത്തെ പറഞ്ഞ മാനുഫാക്ചറിങ് പ്രോസസ്സും ബാക്കി കാര്യങ്ങളെല്ലാം ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെയാണ്. അതായത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻ്റാണ്. It has adhesive and cohesive property so that it forms good bond with other materials. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ദെൻ നമുക്ക് കുറച്ച് അനദർ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ്സ് നോക്കാം. സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ സൾഫേറ്റ് റെസിസ്റ്റിംഗ്, സൾഫേറ്റ് അറ്റാക്ക് റെസിസ്റ്റ് ചെയ്യുക. അത് യൂസ് ചെയ്യുന്നത് മറൈൻ എൻവയോൺമെൻറ്റ്. ഈ എക്സാമിന് ചോദിക്കാം, എവിടെയാണ് മറൈൻ എൻവയോൺമെൻറ്റിൽ ഉപയോഗിക്കുന്ന സിമെൻറ്റ് ഏതാണെന്ന് ചോദിക്കാം. അത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. ദെൻ ആസിഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്, കളേർഡ് സിമെൻറ്റ്, വൈറ്റ് സിമെൻറ്റ്. വൈറ്റ് സിമെൻറ്റ് യൂസ്ഡ് ഫോർ ആർക്കിടെക്ചറൽ പർപ്പസസ്. ദെൻ ഹൈഡ്രോഫോബിക് സിമെൻറ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതർ ടൈപ്പ് ഓഫ് സിമെൻറ്റ്. ദെൻ കം ടു ഗ്രേഡ് ഓഫ് സിമെൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ ഗ്രേഡ് ഓഫ് സിമെൻറ്റ്? ഇറ്റ് ഇൻഡിക്കേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഗ്രേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മെഗാ പാസ്കൽ ആണ്. ഇമ്പോർട്ടൻറ്റ് ഗ്രേഡ്സ് എന്ന് പറയുന്നത് 33 ഗ്രേഡ്, 43 ഗ്രേഡ്, 53 ഗ്രേഡ്. അത് ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇനി സിമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. നമുക്കറിയാം സിമെൻറ്റ് ബേൺ ചെയ്യുന്നത് 1400 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 3.1 to 3.15 ആണ്. കോമൺലി യൂസ് ചെയ്യുന്ന ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻ്റ് ആണ്. പിന്നെ സിമെൻറ്റ് സ്റ്റോറിങ് കണ്ടീഷൻ. സിമെൻറ്റ് സ്റ്റോർ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻ എ ഡ്രൈ ആൻഡ് കൂൾ പ്ലേസ്. ഇനി പർപ്പസ് ഓഫ് ആഡിങ് ഫ്ലൈ ആഷ് ടു ദ സിമെൻറ്റ്. സിമെൻറ്റിലേക്ക് ഫ്ലൈ ആഷ് ആഡ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് ടു ഇംപ്രൂവ് ദ വർക്കബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി. സോ വർക്കബിലിറ്റിയും ഡ്യൂറബിലിറ്റി ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫ്ലൈ ആഷ് ആഡ് ചെയ്യുന്നുണ്ട് സിമെൻറ്റിലേക്ക്. സിമെൻറ്റ് ഡ്രൈ ആൻഡ് കൂൾ പ്ലേസിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദെൻ നമുക്കറിയാം കോൺക്രീറ്റിൽ വാട്ടറും സിമെൻറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ആ വാട്ടർ ടു സിമെൻറ്റ് റേഷ്യോ എത്രയാണെന്ന് ചോദിക്കുന്നത്. 0.5 to 1. 0.5:1 ആയിരിക്കും ആ റേഷ്യോ, വാട്ടർ ടു സിമെൻറ്റ് റേഷ്യോ. ഇനി ടെസ്റ്റ് ടു ഡിറ്റർമൈൻ ദ ഫൈൻനെസ് ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ ഫൈൻനെസ്സിന് വേണ്ടിയുള്ള ടെസ്റ്റ് ബ്ലെയിൻ എയർ പെർമിയബിലിറ്റി ടെസ്റ്റ്. ബ്ലെയിൻ എയർ പെർമിയബിലിറ്റി ടെസ്റ്റ്. ഇനി ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കളറ് ഗ്രേ കളറാണ്. അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ സൗണ്ട്നെസ് അറിയുന്നതിനുള്ള ടെസ്റ്റ് ലേ ചാറ്റ്ലിയർ ടെസ്റ്റ്. അപ്പോൾ 2 ടെസ്റ്റുകളെ പറ്റി പറയുന്നുണ്ട്. സൗണ്ട്നെസ് അറിയാൻ ലേ ചാറ്റ്ലിയർ ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് ടു ഡിറ്റർമൈൻ ഫൈൻനെസ് അറിയാൻ ബ്ലെയിൻ എയർ പെർമിയബിലിറ്റി ടെസ്റ്റ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിമെൻറ്റ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു. സൾഫേറ്റ് റെസിസ്റ്റൻറ്റ് സിമെൻ്റ് ആണെങ്കിൽ മറൈൻ കണ്ടീഷനിൽ, ലോ ഹീറ്റ് സിമെൻ്റ് ആണെങ്കിൽ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ, അങ്ങനെയുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്.